ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിൽ നിന്ന് നമുക്ക് എൻ്റെ വീട്ടിലെ കുറച്ച് പൂക്കളുള്ള ചെടികൾ കാണാം. കുറച്ച് ചെടികളൊക്കെ ഉള്ള സ്ഥലത്ത് ഞാൻ കുറച്ച് പിടിപ്പിച്ചിരിക്കുന്ന ചെടികളാണ്. ഇത് മുരയ, മരമുല്ല എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണ്. നല്ല മണമാണ് ഇതിൻ്റെ പൂവിന്. ഇത് ഇല കാണാത്ത വിധം ഇതിനകത്ത് പൂക്കളുണ്ടായതാണ്. പിന്നെ പൂക്കൾ ഒരുപാട് നാൾ നിൽക്കത്തില്ല, പെട്ടെന്ന് തന്നെ ഇത് വാടി അങ്ങ് പോവും. വാടി പോകുന്ന വെച്ചാൽ കൊഴിഞ്ഞങ്ങ് പോവും. ഇപ്പോൾ ഞാനത് പ്രൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ ഇട്ടാപ്പൊട്ടി എന്നൊക്കെ പറയുന്നത് ഒരു ഓറഞ്ച് കളറ് കാ പിടിക്കുന്ന ആ ചെടിയുടെ പൂവാണ്. ഇത് ഞാൻ ചെടിച്ചട്ടിക്കകത്ത് നട്ടിരിക്കുന്നതാണ്. ഇഷ്ടംപോലെ പൂവ് അതിനകത്ത് പിടിക്കാറുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് വലിയ മരം പോലെ, പണ്ടൊക്കെ ഉള്ളത് കൂടുതലും വലിയ മരം പോലെ ഉള്ളതാണ്. ഇത് നമുക്ക് ചെടിച്ചട്ടി തന്നെ വളർത്തിയെടുക്കാം. അതേപോലെ നല്ല പൂക്കളുമാണ്. ഇനിയുള്ളത് വിങ്കാറോസാണ്. ഇതെൻ്റെ കയ്യിൽ 3 കളറ് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് തൈകളുണ്ട്. അത് ഏതൊക്കെ കളറാണെന്ന് എനിക്കറിയാൻ വയ്യ. ഈ വിങ്കാറോസ് പണ്ട് ശവനാറിപ്പൂ എന്നും പറഞ്ഞ് ആരും അതിനെ വലിയ ഗവനിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എല്ലാ വീടുകളിലും ഇതിപ്പം കാണും. എല്ലാവരും വില കൊടുത്ത് ഇത് വാങ്ങുവാണ്. ഇത് കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ! ഇഷ്ടംപോലെ പൂക്കളും ഉണ്ട്. ഈ കളറുകളൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിനകത്തൊന്നും കൂടുതലും തൈകൾ വന്നിട്ടില്ല. ഈ വൈറ്റ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ വിത്ത് കഴിഞ്ഞിട്ട് കുറേ തൈകൾ വന്നിട്ടുണ്ട്. വൈറ്റ് പൂവെന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. ഇതളുകളൊക്കെ നല്ല വീതിയൊക്കെ ഉള്ള ടൈപ്പാണ്. ഇത് ചൈനീസ് ബോൾസിയാണ്. ഈ കളറ് ഓറഞ്ച്, പിന്നെ ഓറഞ്ചും വൈറ്റും കൂടെ ചേർന്നത്. എനിക്ക് തോന്നുന്നത് അത് ഇതിനകത്ത് ഈ വൈറ്റ് ഉള്ളത് കൊണ്ട് അതുമായിട്ട് പരോഗണം നടത്തി ഓറഞ്ച് വൈറ്റും കൂടെ ചേർന്നതാണെന്ന് തോന്നുന്നു. പിന്നെ ഉള്ളത് മജന്ത കളറ്. ഇത്രയും കളർ ചൈനീസ് ബോൾസംസ് ആണ് ഉള്ളത്. വൈറ്റിനകത്ത് പൂവ് അതൊക്കെ കൊഴിഞ്ഞു പോയി. പിന്നെ ഇത് യൂഫോർബിയയുടെ പണ്ട് മുള്ളുള്ള ടൈപ്പ് യൂഫോർബിയ ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ വേറൊരു ടൈപ്പാണിത്. ഇത്രയും ചെടികളാണുള്ളത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.